തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 61ആയി. 149 പേരാണ് ചികിത്സയിൽ തുടരുന്നത്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മനേഷ്, ഈ മദ്യദുരന്തം നടന്നതിന് ശേഷമുള്ള ദിവസങ്ങളിലും ഇതേപോലെ ആൾക്കാർ സമാനമായ രീതിയിൽ ഉള്ള ഇടങ്ങളിൽ നിന്ന് മദ്യം വാങ്ങി കുടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ മരണസംഖ്യ വീണ്ടും കൂടിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന്റെ ഏറ്റവും പുതിയ നടപടികൾ എന്താണ്? സുഷിന, മരണം 61 കള്ളക്കുറിച്ചി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഇന്നിപ്പോൾ രാവിലെ മരിച്ചത്. മരണം 61. 149 പേരാണ് 4 ആശുപത്രികളിലായി നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. എന്തായാലും സുഷിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും മദ്യം കഴിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി ഉണ്ടായിരുന്നു എറണാകുളത്ത്. പക്ഷേ എന്തായാലും നിലവിൽ ഇപ്പോൾ ആശുപത്രി വിട്ടുവന്ന ആളുകളൊക്കെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇനി എന്തായാലും വ്യാജമദ്യം അല്ലെങ്കിൽ അവിടെ വിൽപ്പന നടത്തുന്ന മദ്യം വാങ്ങി കഴിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുമുണ്ട്. എന്തായാലും വലിയ തോതിൽ പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് സമരരംഗത്തുണ്ട്. ഇന്നും നിയമസഭ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്കാണ് പ്രതിപക്ഷം എത്തിയത്. അതിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി സമാനമായ രീതി, അതായത് സഭ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സഭയുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലാണ് പ്രതിപക്ഷം സഭയിൽ ഇടപെടുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അംഗങ്ങളെയൊക്കെ 29-ാം തീയതി ഈ സഭാകാലാവധി തീരുന്നത് വരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്പീക്കർ അപ്പാവും. ആ രീതിയിൽ കൂടി കാര്യങ്ങൾ കടക്കുന്നു. സഭയിലും വലിയ തോതിലുള്ള ബഹളം നടക്കുന്നുണ്ട് ഈ കള്ളക്കുറിച്ചി വിഷയവുമായി ബന്ധപ്പെട്ട. ഇന്നിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് കേസ് പരിഗണിച്ചത് അണ്ണാ DMKയും അതുപോലെ തന്നെ PMKയും നൽകിയ കേസുകളാണ് പരിഗണിച്ചത്. CBIക്ക് കേസ് വിടണമെന്നുള്ളതായിരുന്നു ആവശ്യം. കേസ് പരിഗണിക്കുന്നത് ജൂലൈ 3-ലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ കേസ് പരിഗണിച്ച സമയത്ത് അന്വേഷണത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഇന്ന് നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ശരി. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. മരണസംഖ്യ 61ആയി. ഇന്ന്